ജൂൺ 24 വിശുദ്ധ സ്നാപക യോഹന്നാൻ. കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ ഓർമ്മദിനം ആഘോഷിക്കുന്നത് ആ വ്യക്തി മരിച്ച ദിവസത്തെയാണ്. അന്നേ ദിനം അവർ സ്വർഗരാജ്യ പ്രവേശനത്തിന് യോഗ്യരായി എന്നുള്ളതാണ് അതിന് കാരണം. എന്നാൽ രണ്ടുപേരുടെ ജന്മദിനം സഭയിൽ ആഘോഷപൂർവമായി തിരുനാളായി കൊണ്ടാടുന്നു. അത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെയുമാണ്. അവർ രണ്ടുപേരുടെയും മാതാപിതാക്കന്മാരുടെ വാർദ്ധക്യത്തിൽ മാനുഷികമായ എല്ലാ പരിമിതികൾക്കും അപ്പുറം ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകത്തോടുകൂടി ജനിക്കപ്പെട്ടവരായതുകൊണ്ടാണ് അവർ ജന്മപാപമില്ലാതെ ജനിച്ചവരാണ് എന്ന് പറയുവാൻ കാരണം. അതുകൊണ്ടാണ് രക്ഷാകര പദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെയും തിരുനാൾ സഭ അവരുടെ ജന്മദിനത്തിൽ തന്നെ ആഘോഷിക്കുന്നത്. കന്യകാമറിയത്തിന് മംഗളവാർത്ത നൽകിയ ഗബ്രിയേൽ ദൈവദൂതൻ തന്നെയാണ് അതിന് 6 മാസം മുമ്പ് സ്നാപക യോഹന്നാൻ്റെയും ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചത്. അബിയായുടെ കുടുംബത്തിൽപ്പെട്ട സക്കറിയ എന്ന പുരോഹിതൻ ഒരു ദിവസം ബലി സമർപ്പിക്കാൻ വന്നപ്പോൾ ദൈവദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവൻ കർത്താവിൻ്റെ മുമ്പിൽ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി വസ്തുക്കളോ അവൻ പാനം ചെയ്യുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതനാകും. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്കുകൾ സഖറിയ വിശ്വസിച്ചില്ല. അതിനാൽ കുട്ടി ജനിക്കുന്നതുവരെ അയാൾ ഊമനായിരിക്കുമെന്ന് മാലാഖ കൂട്ടിച്ചേർത്തു. മാലാഖയുടെ വാക്കുകളനുസരിച്ച് എലിസബത്ത് ഗർഭിണിയായി. 6-ാം മാസം ഈ വിവരമറിഞ്ഞ് കന്യകാമറിയം എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി ചെന്നു. മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്ത മാത്രയിൽ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയാവുകയും ചെയ്തു. യഥാസമയം കുട്ടി ജനിക്കുകയും യോഹന്നാൻ എന്ന് പേരിടുകയും ചെയ്തു. യോഹന്നാൻ മരുഭൂമിയിൽ തേനും കിഴങ്ങുകളും ഭക്ഷിച്ച് കടുത്ത തപോനിഷ്ഠയിൽ ജീവിച്ചു. പ്രായശ്ചിത്തത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ജോർദാൻ നദിയിൽ വെച്ച് ക്രിസ്തുവിന് ജ്ഞാനസ്നാനം നൽകി. കർത്താവിൻ്റെ വഴികൾ ഒരുക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമായിട്ടാണ് യോഹന്നാൻ തന്നെ വെളിപ്പെടുത്തിയത്. ജനങ്ങൾ അദ്ദേഹം തന്നെ ആയിരിക്കും രക്ഷകനെന്ന് വിചാരിച്ചു. എന്നാൽ താൻ രക്ഷകനല്ലെന്നും രക്ഷകൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ കൂടി തനിക്ക് യോഗ്യതയില്ലെന്നും യോഹന്നാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഈശോ സ്നാപക യോഹന്നാനെ പറ്റി പറഞ്ഞത് സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനില്ലെന്നും അദ്ദേഹം കാറ്റത്താടുന്ന ഞാങ്ങണയല്ലെന്നുമാണ്. കുറ്റങ്ങൾ കുറ്റങ്ങളായി തന്നെ സ്നാപക യോഹന്നാൻ കണ്ടു. മുഖം നോക്കാതെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഹേറോദോസിൻ്റെ കുറ്റം തുറന്നു കാണിച്ച് രക്തസാക്ഷിത്വം വരിച്ചു. വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 10-ാം വാക്യം. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. വിചിന്തനം. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരിൽ അഗ്രഗണ്യനാണ് സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തെ അനുകരിച്ച് സർവരെയും ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ നമുക്ക് യത്നിക്കാം. സത്ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലിടപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 10-ാം വാക്യം.